Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ചാണ് റെഡ്മി വാച്ച് 2 ലൈറ്റ്. അപ്പോൾ ഈ സ്മാർട്ട് വാച്ച് റെഡ്മിൻ്റെ പുതിയ റെഡ്മി നോട്ട് 11 പ്രോ സീരീസിൻ്റെ കൂടെ ഇറങ്ങിയ ഒരു വാച്ചാണ് റെഡ്മി വാച്ച് 2 ലൈറ്റ്. അപ്പോൾ ഈ വാച്ചിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 4999 രൂപയാണ്, അതായത് 5000 രൂപയാണ് ഇതിൻ്റെ പ്രൈസിംഗ് വരുന്നത്. ഈ പ്രൈസിങ്ങിന് ഇത് വേർത്താണോ, ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ ഡിസൈന്, ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, അതേപോലെ ഇതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണ്, ഇതിൻ്റെ സ്റ്റെപ്സ് ട്രാക്കിങ്ങും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ എത്രത്തോളം ആക്യുറേറ്റ് ആണ് എല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് GPS ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഔട്ട്ഡോർ വർക്കൗട്ട് മോഡ്സ്, അതായത് റണ്ണിങ്, സൈക്ലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ GPS വളരെ ഉപകാരപ്പെടും. കാരണം ജനറലി ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചിൽ GPS ഉണ്ടാവാറില്ല. അപ്പോൾ അത് സ്മാർട്ട് ഫോണായിട്ട് പെയർ ചെയ്തിട്ട് അതിൽ GPS ആണ് സാധാരണ യൂസ് ചെയ്യാറ്. പക്ഷേ ഇവിടെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയ ഒരു GPS ഉണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ഫീച്ചറാണ്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജിങ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഡിസൈൻ കാണാം. ഇതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ഫീച്ചേഴ്സ് കാണാം. 3.54 inches, ഇൻഫാക്ട് 3.94 inches കളർഫുൾ HD ഡിസ്പ്ലേ, ലോങ് ബാറ്ററി ലൈഫ്, അറൌണ്ട് 10 days ഓഫ് ബാറ്ററി ലൈഫാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കൊരു 7-8 ദിവസമൊക്കെ കിട്ടും. ഞാൻ വിശദമായി പറയാം. ബ്ലഡ് ഓക്സിജൻ ലെവൽ നോക്കാൻ സാധിക്കും. നമുക്ക് മൾട്ടിപ്പിൾ നാവിഗേഷൻ സിസ്റ്റം, GPS, ഗ്ലോണാസ് എല്ലാം സപ്പോർട്ടഡ് ആണ്. പിന്നെ 100+ ഫിറ്റ്നസ് മോഡ്സ് ഉണ്ട്. 5 ATM വാട്ടർ റെസിസ്റ്റൻറ്റ് അതാണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 5 മീറ്റർ വരെ വെള്ളത്തിനടിയിൽ പോവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഇട്ടിരിക്കുന്നത് ബ്ലൂ കളറാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു ചാർജറും സ്മാർട്ട് വാച്ച് മാത്രമേ ഉള്ളൂ. ചാർജർ പറഞ്ഞാൽ പ്രൊപ്പറേറ്ററി ചാർജറാണ്. അപ്പോൾ നമുക്ക് ഇനി സ്മാർട്ട് വാച്ച് ഒന്ന് പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കാം. അപ്പോൾ ഇതാണ് സ്മാർട്ട് വാച്ച് റെഡ്മി വാച്ച് 2 ലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയറിഷ് ഡയലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സർക്കുലർ അല്ല, സ്ക്വയറിഷ് ഡയലറാണ്. എഡ്ജസ് ഒരു കേർവ്ഡ് ആണ്. നല്ല ഒരു ഡിസൈനാണെന്ന് പറയാം. കണ്ടില്ല, അത്യാവശ്യം സ്ലിം ഡിസൈനാണ്. പിന്നെ കംപ്ലീറ്റ്ലി ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ ഹാൻഡ് ഫീൽ നല്ലതാണ്. നല്ലൊരു പ്രീമിയംനെസ് ഉണ്ട് ഈ സ്ട്രാപ്പിന്. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഈ വാച്ചിൻ്റെ സ്ട്രാപ്പും അതിൻ്റെ ബക്കിളും എല്ലാം തന്നെ വളരെ നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഇൻ ഹാൻഡ് ഫീലും സോഫ്റ്റുമാണ്. പിന്നെ നമുക്ക് സ്പെഷ്യൽ വാച്ച് സ്ട്രാപ്പ് വേണമെങ്കിൽ ഇത് റിമൂവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് പുതിയ സ്ട്രാപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഹാർട്ട് റേറ്റ് സെൻസറും ബ്ലഡ് ഓക്സിജൻ ലെവലിൻ്റെയൊക്കെ സെൻസറാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ബട്ടനാണ്, നാവിഗേഷൻ ബട്ടനാണ്. പിന്നെ നമുക്കൊരു HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് LCD ഡിസ്പ്ലേ ആണ്. റെഡ്മി സ്മാർട്ട് ബാൻഡിനെ പോലെ AMOLED അല്ല ഇവിടെ വരുന്ന, LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ കുറച്ചൊരു ഡിസ്പ്ലേയിൽ ഒരു ചെറിയ കോസ്റ്റ് കട്ടിങ് ഉണ്ട്. എങ്കിലും ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. കാരണം നല്ല ടച്ച് റെസ്പോൺസാണ്. കളേഴ്സിൻ്റെ കാര്യമാണെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു കളേഴ്സാണ് വരുന്നത്. വളരെ ബ്രൈറ്റ് ആൻഡ് വിവിഡ് കളേഴ്സാണ്. AMOLED അത്ര ഒബ്വിയസ്ലി ഉണ്ടാവില്ല, എങ്കിലും നല്ല ഒരു കളർ റിപ്രഡക്ഷനാണ് വരുന്നത്. ടച്ച് റെസ്പോൺസ് ആണ്. വളരെ സ്മൂത്ത് ഡിസ്പ്ലേ ഉണ്ട്. നല്ലൊരു നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് നല്ലൊരു ഫീഡ്ബാക്കാണ് തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ആണെന്ന് പറയാം. എങ്കിലും AMOLED ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. പക്ഷേ നമുക്ക് എല്ലാം കൂടെ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടത്തില്ല 5000 രൂപയ്ക്ക്. കാരണം ഇതിനകത്ത് GPS ഉള്ള കാരണം വേറെ എവിടെയെങ്കിലും ഒരു കോംപ്രമൈസ് നമ്മൾ എവിടെയെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി, അതേപോലെ ഡിസ്പ്ലേയും നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു സ്റ്റൈലിഷ് ഡിസൈനും അതേപോലെ നല്ലൊരു ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് നോക്കാം. അപ്പോൾ ഇത് മെയിൻ സ്ക്രീനാണ്. അപ്പോൾ നമുക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് സെൻസർ കാണാം, അതേപോലെ ബ്ലഡ് ഓക്സിജൻ ലെവൽ കാണാം, വെതർ ഇൻഫർമേഷൻ, വർക്കൗട്ട് മോഡ്സ്, അതേപോലെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. പിന്നെ മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നോട്ടിഫിക്കേഷൻസ് ആണ്. ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ കിട്ടുന്നതാണ്. താഴെ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ ക്വിക്കായിട്ടുള്ള ഓപ്ഷൻസ് കാണാം. അതായത് എന്താ പറയുക, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, റൈസ് ടു വേക്കപ്പ്, അങ്ങനെ സെറ്റിങ്സിൽ പോകാനുള്ള ഓപ്ഷൻ കാണാം. പിന്നെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ആപ്പ് ഇൻ്റർഫേസ് കാണാം. ഇവിടെ നമുക്ക് എല്ലാ ആപ്സും കാണാം. അപ്പോൾ ഇതില്ലേ വർക്കൗട്ട് മോഡ്സ്, അതേപോലെ എത്ര കാലറീസ് ബേൺ ചെയ്തു, ഹാർട്ട് റേറ്റ് സെൻസിങ്, SpO2, സ്ലീപ്പ് മോണിറ്ററിങ്. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ സ്ലീപ്പ് ചെയ്തു, അത് എത്ര നല്ലതാണ്, ഗോൾ എത്രയാണ്, നമുക്ക് മിനിമം വേണ്ട എത്രയാണ്, എല്ലാം തന്നെ കാണിക്കുന്നതാണ്. പിന്നെ നമുക്കിവിടെ കണ്ടില്ലേ മോണിറ്ററിങ് ഉണ്ട്, സ്ട്രെസ് മോണിറ്ററിങ് ഉണ്ട്. അതേപോലെ നമുക്ക് വേറെ കിട്ടുന്നത് പിന്നെ എന്താ പറയുക, ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഫീമെയിൽസിന് മെൻസ്ട്രൽ സൈക്കിൾസ് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വെതർ ഇൻഫർമേഷൻ, മ്യൂസിക് കൺട്രോൾ ഉണ്ട്. അതായത് ഫോണിലെ മ്യൂസിക് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. ക്യാമറ ഷട്ടർ ബട്ടൺ, ഫ്ലാഷ് ലൈറ്റ്, അലാംസ്, സ്റ്റോപ്പ് വാച്ച്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ റെഗുലർ സ്മാർട്ട് വാച്ചിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻ്റർഫേസ് നല്ലതാണ്, വളരെ സ്മൂത്ത് UI ആണ്. എനിക്ക് കാര്യമായ കംപ്ലയിൻസ് ഒന്നും തന്നെ എനിക്ക് അവിടെ നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ
ഇതിൻ്റെ ആക്യുറസി ലെവൽസ് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്സ് ട്രാക്കിംഗ് എനിക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് തോന്നി. പൊതുവേ ഷോമീൻ്റെ സ്റ്റെപ്സ് ട്രാക്കിംഗ് നല്ലതാണ്, നല്ല രീതിയിലാണ് ആക്യുറസി ലെവൽസ് ഒക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ GPS ഫംഗ്ഷനാലിറ്റിയും നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ നമ്മൾ വർക്കൗട്ട്സ് ചെയ്തിട്ട് ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ, അതായത് സ്മാർട്ട് ഫോണിലെ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ, ആപ്പിനെ കുറിച്ച് ഞാൻ വിശദമായി പറയാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ GPS ഫംഗ്ഷനാലിറ്റി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഹാർട്ട് റേറ്റ് സെൻസിങ്ങും നല്ലതാണ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് കുഴപ്പമില്ലാത്ത രീതിയിൽ. കാരണം ഞാനിത് മെഡിക്കൽ ഗ്രേഡ് എക്യുപ്മെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. പിന്നെ SpO2 മെഷർമെൻറ്റ് അത്രയ്ക്ക് ആക്യുറേറ്റ് അല്ല. അത് ഒബ്വിയസ്ലി അതൊരു മെഡിക്കൽ ഗ്രേഡ് എക്യുപ്മെൻറ്റ് വെച്ച് മെഷർ ചെയ്യേണ്ട കാര്യമാണ് SpO2. ഇവിടെ നമുക്ക് അത്രയ്ക്കൊരു ആക്യുറേറ്റ് ലെവൽസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് SpO2 നമ്മൾ ഒരിക്കലും നോക്കരുത്. എങ്കിലും കഴിഞ്ഞ വർഷത്തെ റെഡ്മി വാച്ച് ഇതിനകത്തുണ്ടായിരുന്നത് എന്താ പറയുക, SpO2 ഉണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് അത് കിട്ടുന്നുണ്ട്. അതാണ് ഒരു ചേഞ്ച് വരുന്നത്. ബാക്കിയെല്ലാം കൊണ്ടും തന്നെ എനിക്ക് ആക്യുറസി ലെവൽസ് നല്ലതായിട്ട് തോന്നി. അപ്പോൾ 5000 രൂപയ്ക്ക് നല്ലൊരു ആക്യുറസി ലെവൽസ് ഉണ്ട്. പുതിയ സ്റ്റെപ്സ് ട്രാക്കിങ്ങും ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഒക്കെ തന്നെ നല്ല ആക്യുറേറ്റ് ആണ്, എക്സെപ്റ്റ് ഫോർ SpO2 മെഷർമെൻറ്റ്. അതിനൊരു മെഡിക്കൽ ഗ്രേഡ് എക്യുപ്മെൻറ്റ് ഡെഫിനറ്റ്ലി വേണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് 10 days ഓഫ് ബാറ്ററി ലൈഫാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കൊരു 7 to 8 ദിവസമൊക്കെ ആവറേജ് കിട്ടും. അതായത് 1 week എന്ന് വേണമെങ്കിൽ എടുക്കാം. ഒരു നോർമൽ യൂസർക്ക് 1 week കിട്ടും. ഹെവി യൂസർ, അതായത് ഒരുപാട് വർക്കൗട്ട് മോഡ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലി ഒരു 5 ദിവസമൊക്കെ കിട്ടുള്ളൂ. എങ്കിലും ഒരു നോർമൽ ടു എബവ് ആവറേജ് യൂസർക്ക് ഒരു 7 to 8 days എന്താണെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ഒരു ബാറ്ററി ലൈഫാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി ഇതിൻ്റെ ആപ്പ് ഇൻ്റർഫേസും കൂടെ നമ്മളൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഷവമി ആപ്പ്. വെയർ ലൈറ്റ് എന്ന് പറഞ്ഞ ആപ്പാണ് ഷവമി വെയർ, അല്ലെങ്കിൽ ഷവമി ഫിറ്റ് ആപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഡിവൈസ് കണക്ട് ചെയ്ത് വേണം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഹെൽത്ത് ഡീറ്റെയിൽസ്, സ്റ്റെപ്സ് ടേക്കണ്, അതേപോലെ നമുക്ക് സ്ലീപ്പ് ട്രാക്കിംഗ്, ഹാർട്ട് റേറ്റ് സെൻസിങ്, അതേപോലെ കാലറീസ് ബേൺഡ് എല്ലാം നമുക്ക് ഡീറ്റെയിൽസും ഇവിടെ കിട്ടും. അതുകൊണ്ട് സ്റ്റാൻഡിങ് ടൈം, ബ്ലഡ് ഓക്സിജൻ ലെവൽ, സ്ട്രെസ് ലെവൽ, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വർക്കൗട്ട്സ് നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. GPS ട്രാക്കിംഗ് ഇവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ ഡിവൈസിൽ നമുക്ക് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, വാച്ച് ഫേസ്, ഓൺലൈൻ വാച്ച് ഫേസ് ഏതൊക്കെയാണെന്നുള്ളത് കാണാം. അതേപോലെ തന്നെ നമുക്ക് അതായത് ലോക്കൽ വാച്ച് ഫേസും ഓൺലൈൻ വാച്ച് ഫേസ് ഏതൊക്കെയാണെന്നുള്ളത് കാണാം. നമുക്ക് ഇവിടെ പല കാറ്റഗറിയിലായിട്ട് വാച്ച് ഫേസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 120 വാച്ച് ഫേസസ് എന്തോ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സ്റ്റൈലിഷായ ഒരുപാട് വാച്ച് ഫേസും ഇൻക്ലൂഡ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഹെൽത്ത് മോണിറ്ററിംഗ് ഉണ്ട്. ഹാർട്ട് റേറ്റ് സെൻസിങ് എങ്ങനെ മോണിറ്റർ ചെയ്യാം, അതായത് കണ്ടിന്യൂസ് മോണിറ്ററിംഗ് വേണോ അതോ പെർട്ടിക്കുലർ ഇൻ്റർവെൽസിൽ വേണോ, എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഷോമീൻ്റെ ആപ്പ്. വളരെ യൂസ്ഫുള്ളായ ആപ്പാണ്, വളരെ നല്ലൊരു ഇൻ്റർഫേസുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യമായ ഇഷ്യൂസ് ഒന്നുമില്ല. ആപ്പായിട്ട് സിങ്ക് ചെയ്യുമ്പോൾ നല്ല ഒരു ഡീറ്റെയിൽസാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് റെഡ്മി വാച്ച് 2 ലൈറ്റ് എന്ന് പറഞ്ഞ പുതിയ സ്മാർട്ട് വാച്ചാണ് റെഡ്മീൻ്റെ. അപ്പോൾ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുകയാണെങ്കിൽ നല്ല ഡിസൈനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നല്ല സ്മൂത്ത് ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ, ഇൻ്റർഫേസ് ആണെങ്കിൽ നല്ല റെസ്പോൺസീവാണ്. പിന്നെ അതേപോലെ ബാറ്ററി ലൈഫ് നല്ലതാണ്. പിന്നെ GPS ഫംഗ്ഷനാലിറ്റി ഉണ്ട്, സ്റ്റെപ്സ് ട്രാക്കിംഗ് ഒക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ SpO2 മെഷർമെൻറ്റ് അത്ര നല്ലതല്ല. അത് ഒബ്വിയസ്ലി എന്താ പറയുക, നമുക്കൊരു മെഡിക്കൽ ഗ്രേഡ് എക്യുപ്മെൻറ്റ് മാത്രമേ കറക്റ്റായ SpO2 കിട്ടുള്ളൂ. അപ്പോൾ ഈ സ്മാർട്ട് വാച്ചിലെ SpO2 മെഷർമെൻറ്റ് ഒരിക്കലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഇവിടെയും അതേ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ബാക്കിയെല്ലാം കൊണ്ടും തന്നെ നല്ലൊരു വാച്ചാണ്. അപ്പോൾ നല്ലൊരു പ്രീമിയം വാച്ച്, വളരെയധികം പ്രൈസ് കൊടുക്കാണ്ട് നമുക്ക് GPS ഫംഗ്ഷനാലിറ്റി ഇമ്പോർട്ടൻ്റ് ആയ കുറേ പേരുണ്ട്. കാരണം വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് GPS ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം GPS ഫംഗ്ഷനാലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ നല്ല രീതിയിലാണ് GPSും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി വാച്ച് 2 ലൈറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.